ഇന്നലെ ഗബ്രി പുറത്തു പോയി. ഒരു 56 ദിവസമൊക്കെ ഒരു വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞതിന് ശേഷം, അത് എത്ര ശത്രുക്കളായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടായിക്കോട്ടെ, പക്ഷെ പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പ്രതികരണം പലരുടെയും മുഖത്ത് നമുക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ജിൻഡോയുടെ മുഖത്ത്. ജിൻഡോ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ ഗബ്രി എന്ന് പറയുന്നത്. 2 ദിവസമായുള്ളൂ ഒരു ഗെയിമിനിടയിൽ ജിൻഡോ ചേട്ടാ എന്ന് വിളിച്ചിട്ട് ബാക്കി എല്ലാ സമയത്തും പോടോ താൻ പോടോ എന്ന് നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ ജിൻഡോയുടെ പ്രകൃതം ഇതാണ്. ഒരു നിഷ്കളങ്കമായൊരു മനുഷ്യൻ, ഉള്ളതുപോലെ പറയുക, താൻ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമാക്കുക, തനിക്ക് ആരോടും ശത്രുതയില്ലെന്ന് പറയുക. ആ കണ്ണുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അത് യഥാർത്ഥമായി മനസ്സിൽ നിന്നുണ്ടാകുന്ന വിഷമം തന്നെയാണ്. നമ്മളെ മുടിയൻ്റെ മുഖത്ത് നോക്കിയാലും അത് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ട് ജാസ്മിന് വിഷമമുണ്ടാകാം. ജാസ്മിൻ പലതും എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനം ആണ് എന്നെനിക്ക് തോന്നുന്നു. അവളോ അത്രയും അങ്ങ് എന്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ അക്ബരയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കുന്നൊരു വിഷമമായിട്ടോ, അത് ഉണ്ടാക്കുന്ന വിഷമവും ഉള്ളിൽ നിന്ന് വരുന്ന വിഷമവും തമ്മിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അത് അക്ബരയുടെ മുഖത്തെ പാവങ്ങളെല്ലാം തന്നെ ഒരു അഭിനേതാവിന് രസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പം നോറയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് തിരിയുന്നത്. അത് ദുഃഖം കാണാമായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാതായിരിക്കാം. അത് നമ്മുടെ മനസ്സിലുള്ള കാര്യം പുറത്ത് കാണിക്കും എന്നുള്ളതാണ്. പിന്നെ അഭിഷേകിൻ്റെ മുഖത്ത് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന അഭിഷേകിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ മത്സരാർത്ഥികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നാണ്. റസ്മിൻ്റെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരി ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും ഇവർക്കാർക്കും വിഷമം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവരൊക്കെ ആയിട്ടായിരുന്നു ഗബ്രി ഇത്രയും നാളും ജിൻഡോയ്ക്ക് എതിരെ നീങ്ങിയത്. പക്ഷേ അവരിൽ ആരും കാണാത്ത ഒരു വിഷമം ജിൻഡോയിൽ കണ്ടു. ഇനിയും ജിൻഡോ ഒരുപക്ഷെ കരഞ്ഞില്ല, വയ്യെന്ന് പറഞ്ഞില്ല, ടാറ്റ കൊടുത്തിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്, ഫ്ലൈയിങ് കിസ്, അതും ജിൻഡോ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് സ്വാഭാവികമാണ്. പക്ഷേ ഗബ്രിയുടെ പ്രതികരണം അതുപോലെ തന്നെ. ജിൻഡോ ചേട്ടാ എന്ന് വിളിച്ചപ്പോൾ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, ജിൻഡോ ചേട്ടാ എന്ന് വിളിച്ചപ്പം അതെല്ലാം മറന്ന് ഉള്ളിൽ നിന്ന് വന്ന ഒരു വിളിയാണ് എന്ന് തന്നെ എനിക്ക് ബോധ്യമുണ്ട്. കാരണം നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഓരോരുത്തരെ വിളിക്കുന്നതും ഓരോരുത്തരുടെ ഭാവങ്ങളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് ജിൻഡോ ചേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പം തന്നെ അതിനകത്തൊരു സ്നേഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് തിരിച്ച് നമ്മുടെ ജിൻഡോയുടെ പ്രതികരണം. ഇത് കുറച്ച് മനുഷ്യർ ഒന്നിച്ചു പോകുന്നു. അതിൻ്റെ ഇപ്പം വീട്ടിലായാലും നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാകുന്നു. ഏതെങ്കിലും ഒരു നിമിഷം പുറത്ത് പോകേണ്ടി വന്നാൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഗബ്രി ആയാലും ജിൻഡോ ആയാലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാൾ എന്നെനിക്ക് തോന്നുന്നു ജിൻഡോയും ഗബ്രിയും തന്നെയായിരിക്കും. കാരണം ഗബ്രി പലപ്പോഴും ഗബ്രിയുടെ ബിഗ് ബോസിലെ ഓർമ്മകൾ പങ്കുവെക്കുമ്പം ഒരുപക്ഷെ എപ്പോഴും ഫ്രെയിമിൽ തെളിഞ്ഞു വരാവുന്ന 2 മുഖങ്ങളാണ്. ഒന്ന് ജാസ്മിനും, ഒന്ന് ജിൻഡോയും. ജിൻഡോയുമായിട്ടുള്ള ഫൈറ്റും ജാസ്മിനുമായിട്ടുള്ള സ്നേഹവും അത് തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ 6 ജിൻഡോയുടെ ഗബ്രിയുടെ മനസ്സ് തെളിയുമ്പം ഇവരുടെ 2 പേരുടെയും മുഖം ഓർമ്മ വരും. അതുപോലെ തന്നെയാണ് ഈ ജിൻഡോയ്ക്ക് ഇനിയുള്ള സമയത്ത് ബിഗ് ബോസ് നിൽക്കുമ്പം ഗബ്രിയുടെ അസാന്നിധ്യം ജിൻഡോയ്ക്കൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം തൻ്റെ എതിരാളി ജിൻഡോയുടെ, സത്യം പറഞ്ഞാൽ ജിൻഡോയുടെയും ഗബ്രിയുടെയും എതിരാളി അങ്ങോട്ടും ഇങ്ങോട്ടുമായിരുന്നു. എതിരാളി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു പകർച്ചയുണ്ടാകാം. പിന്നെ ജിൻഡോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എനിക്കെല്ലാ മത്സരാർത്ഥികളും ഒരുപോലെയാണ്, എല്ലാവർക്കും എതിരെ ഗെയിം കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജിൻഡോയ്ക്ക് പ്രത്യേക സ്ഥായിയായിട്ടൊരു സുഹൃത്തോ അങ്ങനെയുള്ളതൊന്നുമില്ല. അതുകൊണ്ട് ജിൻഡോ പെട്ടെന്ന് ഗെയിമിലേക്ക് തിരിച്ചു വരും. പക്ഷേ ജാസ്മിൻ എന്തുമാത്രം ഗെയിമിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.